നമ്മുടെ പുതിയ രീതിയിലേക്ക് സ്വാഗതം. അപ്പം രാവിലെയാണ്, അതായത് 6:30 ആയതേ ഉള്ളൂ സമയം. അപ്പം ഞാൻ എഴുന്നേറ്റു. അപ്പോൾ എൻ്റെ ഒപ്പം തന്നെ നമ്മുടെ കുഞ്ഞുമണി എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ. അവളുടെ ഉടുപ്പ് ചുമ്മാ അവളുടെ വണ്ടിയെ ചുറ്റി കൊടുത്തേക്കുന്നതാണ്. നമ്മുടെ തുണിയുടെ സ്റ്റാൻഡ് നമ്മളിവിടെ അടുക്കളയുടെ ഇവിടെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് കാറ്റടിച്ച് നനയും. അപ്പോൾ രാത്രിയിൽ നമ്മൾ കിടക്കുന്നതിന് മുമ്പ് ഇതെടുത്ത് ഇവിടെ അകത്ത് വയ്ക്കും. രാവിലെ ആകുമ്പോൾ ഉണങ്ങിയ തുണി പെറുക്കിയെടുത്തിട്ട് എന്ന് വെച്ചാൽ ഭയങ്കര നനഞ്ഞ തുണിയല്ല കേട്ടോ, നമ്മൾ വാഷിംഗ് മെഷീനകത്തോട്ട് ഡ്രൈ ചെയ്ത തുണികളാണ് ഇവിടെ ഇരുന്നത്. അതായത് വെള്ളം വീണുകൊണ്ടിരിക്കുന്ന തുണിയല്ല, അത്യാവശ്യം ഒരു പാതി ഉണക്കായ തുണിയാണ്. അപ്പോൾ നമ്മൾ കിടക്കാൻ പോയി കഴിഞ്ഞാൽ പിന്നെ ശല്യമില്ലല്ലോ, അപ്പോൾ നമ്മളതെടുത്ത് ഇവിടെ ഇരുന്ന് എല്ലാ ദിവസവും അവൾ താമസിച്ചാണ് എഴുന്നേക്കുന്നത്. പക്ഷേ ഇടയ്ക്ക് രാത്രിയിലൊന്ന് എഴുന്നേറ്റിട്ട് പാലൊക്കെ കുടിച്ചിട്ട് പിന്നെ ഒരു 9 മണിയൊക്കെ ആകുമ്പോൾ എഴുന്നേക്കുള്ളൂ കേട്ടോ. ഇന്ന് ഇടയ്ക്ക് എഴുന്നേറ്റില്ല, പകരം ഞാൻ എണീറ്റ് കൂട്ടത്തിൽ എണീറ്റ് പോകും. അതേ നടന്നോളൂ കേട്ടോ, ശല്യമൊന്നുമില്ല. പിന്നെ ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ഓരോ സാധനങ്ങൾ പെറുക്കും, അതാണ് ഒരു വിഷയം. അപ്പം രാവിലെ അച്ഛയും എണീറ്റ് കിടക്കുവാണ്, എണീറ്റ് വന്നില്ല എന്നേ ഉള്ളൂ. അപ്പോൾ രാവിലെ ഉണക്കപ്പുണ്ട്. അപ്പം ഞാൻ ഇന്നലെ തിളച്ച വെള്ളത്തിനകത്ത് ഇട്ടിട്ട് പോയതാണ്, കുക്കറിനകത്ത് വെച്ച് അടച്ചു വെച്ചിട്ട് പോയി. അപ്പോൾ ഏകദേശം ഇതായിട്ടുണ്ട്. ഇനി അടുപ്പിലിരുന്ന് കുക്കറിനകത്ത് തന്നെ വെച്ച് കുറച്ച് നേരം വേവിച്ച് കഴിയുമ്പോഴത്തേക്കും സെറ്റാവും. പിന്നെ തേങ്ങയൊക്കെ അരച്ച് ചേർത്താൽ മതി. അപ്പോൾ ഇതിനുള്ള പരിപാടികളാണ് ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. രാവിലെ മുടിയൊന്നും ഏറിയിട്ടൊന്നുമില്ല, എണീറ്റ് വന്ന പടിയാണ്. കപ്പ അടുപ്പ് വെച്ചിട്ട് വേണം, കപ്പ വേഗണേ കുറച്ച് സമയം വേണമല്ലോ. അപ്പോൾ കപ്പ അടുപ്പ് വെച്ചിട്ട് വേണം ബാക്കി പരിപാടികളൊക്കെ ചെയ്യാനായിട്ട്, അല്ലേ തുന്തുമ്മ? രാവിലെ നല്ല മഴയാണ്, നല്ല മഴ പെയ്യും. സ്വെറ്ററൊന്നും ഇടിക്കാണ്ട് ഇന്നലെ കിടന്നത്. രാവിലെ എണീറ്റപ്പം ഞാൻ സ്വെറ്ററൊക്കെ എടുത്ത് ഇടിച്ചു. എന്തോ നമ്മുടെ കപ്പ വേവിക്കാൻ വേണ്ടിയിട്ട് കുക്കറിൽ വെച്ചിട്ടുണ്ട്. അതിന് അവിടെ നിന്നൊരു 3-4 വിസിലടിച്ച് കഴിഞ്ഞിട്ട് വേണം വേവുള്ളൂ. അപ്പോൾ അത് വേകുമ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു നമ്മുടെ ഇവിടെ കിടക്കുന്ന ഉണങ്ങിയ തുണിയൊക്കെ എടുത്ത് വെച്ചിട്ട് ബാക്കി നനഞ്ഞ തുണി സ്റ്റാൻഡോട് കൂടി എടുത്ത് നമ്മുടെ വർക്ക് ഏരിയയിലേക്ക് വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. കാരണം അവൾ ഇതിൽ നടക്കുന്നതുകൊണ്ട് ഒരു രക്ഷയില്ല, ഒരു സാധനം ഒരിടത്ത് വെക്കാൻ പറ്റത്തില്ല കേട്ടോ. പിന്നെ ഇന്ന് നമ്മൾ സ്പെഷ്യലായിട്ട് കറി വെക്കാൻ പോകുന്നത് നമ്മുടെ വാഴച്ചുണ്ടാണ് കേട്ടോ. എത്ര പേർക്ക് വാഴച്ചുണ്ട് കറി അല്ലെങ്കിൽ വാഴച്ചുണ്ട് തോരൻ ഇഷ്ടമുണ്ടെന്ന് കമൻറ്റ് ചെയ്യണം. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഭയങ്കര ഇഷ്ടം എന്ന് പറഞ്ഞാൽ എല്ലാവരും കഴിക്കും, അത്യാവശ്യം ഇഷ്ടമാണ്. അപ്പോൾ ഇതിങ്ങനെ അരിഞ്ഞ് വെച്ചിട്ട് ഞങ്ങൾ എണ്ണ തിരുമ്മി വെക്കും കേട്ടോ. എണ്ണ തിരുമ്മുമ്പോൾ അതിൻ്റെ കറ പോയി കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ. ഇതിൻ്റെ ഇടയിൽ ഞാൻ നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവളതിൽ വന്നിട്ട് ഓരോ പാത്രങ്ങളും എടുത്ത് എറിയുകയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഫുള്ള് വോയിസ് കൊടുക്കുന്നത്. കാരണം പാത്രങ്ങൾ, സ്റ്റീൽ പാത്രം വലിച്ചെറിയണ സൗണ്ട് മാത്രമേ നമ്മുടെ വീഡിയോയ്ക്കകത്ത് ഹൈലൈറ്റ് ചെയ്ത് കേൾക്കാനായിട്ടുള്ളൂ കേട്ടോ. അപ്പം ഇതിൻ്റെ ഒരു കുഞ്ഞു തോപ്പി നിങ്ങൾക്ക് കാണാമല്ലോ, അത് കുഞ്ഞാണ്. എന്താ ഓരോ സാധനം എടുത്തെറിയുകയാണ്. നമ്മുടെ ഈ കബോർഡിന് അടപ്പില്ല എന്നുള്ളത് ഈ ഭയങ്കര ഒരു അപാകതയാണ് കേട്ടോ. കണ്ടില്ല, ഞാൻ നല്ല വൃത്തിയാക്കി വെച്ചിരുന്നതാണ് ഇവിടെ പ്ലാസ്റ്റിക്കൊക്കെ ഇട്ട്, അത് മുഴുവൻ വലിച്ച് പറിച്ച് പിന്നെ ലാസ്റ്റ് ഞാൻ തന്നെ പ്ലാസ്റ്റിക് എല്ലാം കൂടെ തിരികെ കയറ്റി അങ്ങോട്ട് വെച്ചേക്കുന്നതാണ് കേട്ടോ. കാരണം അത് ഉള്ളതിനേക്കാളും നല്ലത് ഇല്ലാത്തതാണെന്ന് തോന്നുന്നു. കാരണം ഉള്ളത് ഇച്ചിരിയും കൂടി ഡേഞ്ചറാണ് കേട്ടോ. അപ്പം കപ്പയ്ക്കുള്ള മുളക് അരയ്ക്കണം, കപ്പയ്ക്ക് മുളക് അരയ്ക്കണം, പിന്നെ നമ്മുടെ വാഴച്ചുണ്ടിന് അരയ്ക്കണം. അപ്പം അച്ഛൻ എണീറ്റ് വന്നു. അച്ഛൻ എണീറ്റ് എനിക്ക് വീഡിയോ എടുത്ത് തരികയാണ് കേട്ടോ. നമ്മൾ കപ്പ ഞാൻ വിളമ്പാണ്. നമുക്ക് 2 പേർക്കും. അവക്കുട്ടി ഇതൊന്നും കഴിക്കാറായിട്ടില്ല, എന്നാലും ഞങ്ങൾ ചക്കലൊക്കെ ഇങ്ങനെ വെച്ച് ഞോണ്ടി കൊടുക്കും കേട്ടോ, ചക്കലൊക്കെ. പിന്നെ നമ്മൾ മോരുകറിയുണ്ട്, മീൻ ഉണക്കമീനാണ് കേട്ടോ. ഉണക്കമീൻ വറുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വാഴച്ചുണ്ട് നമ്മൾ തോരൻ വെച്ചു. അപ്പോൾ അതിൻ്റെ വീഡിയോ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല, എല്ലാം കൂടി ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതിങ്ങനെ എല്ലാം റെഡിയാക്കിയിട്ട് ഏകദേശം ഉച്ചയായപ്പോഴത്തേക്കും ഞാൻ നമ്മളെല്ലാ പരിപാടികളും കൂടാതെ നമ്മൾ കുറേ നാളുകൾക്ക് ശേഷം പപ്പടവും കൂടെ പൊള്ളിച്ചിട്ടുണ്ട് കേട്ടോ. പപ്പടമുണ്ട്, മോരുണ്ട്, ചുണ്ടുകറിയുണ്ട്, പിന്നെ ഉണക്കമീൻ വറുത്തത്. അപ്പോൾ ഇത്രയും കറികൾ നമുക്കുണ്ട് കേട്ടോ. ഇതിനകത്ത് ഞാൻ മീൻ അങ്ങനെ ഇപ്പോൾ കൂട്ടുന്നില്ല, പകരം എനിക്ക് ഈ 3 കറികളിൽ എല്ലാം കൂടെ കൂട്ടി ഞാൻ കഴിക്കും കേട്ടോ. വീണ്ടും അച്ഛൻ എനിക്ക് വീഡിയോ എടുത്ത് തരാൻ വേണ്ടി വന്നു. അപ്പോൾ ഞങ്ങൾ ചോറുണ്ടാകുന്ന ഓർത്തുകൊണ്ട് ഞാൻ ചോറ് വിളമ്പാണ്. അപ്പോൾ ഈ വോയിസ് കൊടുക്കുമ്പോൾ പതിയെ സംസാരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആവക്കുഞ്ഞ് ഉറങ്ങിയിട്ടുണ്ട് വൈകുന്നേരം. പക്ഷേ വൈകുന്നേരം അല്ല, പാതിരാത്രി 12 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ സമയം. അപ്പോൾ അന്നേരത്തേക്ക് അവൾ ഉറങ്ങി. പക്ഷേ ഇപ്പോഴാണ് വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ടുള്ളൊരു സമയം കിട്ടിയത് കേട്ടോ. അല്ലെങ്കിൽ അവൾ അലമ്പും, അപ്പോൾ നമുക്ക് എടുക്കാനോ എഡിറ്റ് ചെയ്യാനോ ഒന്നും പറ്റത്തില്ല. അപ്പോൾ ഇപ്പോഴാണ് ഷോർട്ട് വീഡിയോസും എല്ലാ കാര്യങ്ങളും എഡിറ്റ് ചെയ്ത് ഒന്ന് സെറ്റായി വന്നത്. അപ്പോൾ ഇതും കൂടി കഴിഞ്ഞിട്ട് വേണമെങ്കിൽ എനിക്ക് കിടന്ന് ഉറങ്ങാനായിട്ട്. അപ്പോഴേക്ക് 1 മണി 2 മണി ആകും. പിന്നെ രാവിലെ എല്ലാ ദിവസത്തെയും പോലെ എണീക്കണം. പക്ഷേ ഈ ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി ചടങ്ങാണ് കേട്ടോ. അത് എഡിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞാൽ അതിനേക്കാളും വലിയ ചടങ്ങാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും പിന്നെ എന്തിനാണ് ഇടുന്നതെന്നല്ലേ.
ഒക്കെ നമ്മുടെ ഒരു സന്തോഷമാണ്. പിന്നെ ഒരാൾ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ നമ്മുടെ ലൈവിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമോന്ന്. അപ്പോൾ അങ്ങനെ ഇട്ടതാണ് കേട്ടോ. എത്രത്തോളം എൻ്റെ വോയിസ് എത്രത്തോളം നല്ലതാണെന്നൊന്നും എനിക്കറിയത്തില്ല. പ്രത്യേകിച്ച് ഇങ്ങനെ ഈ അവൾ കേൾക്കാതെ പതുങ്ങി 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 സംസാരിക്കുന്നതുകൊണ്ട് കേൾക്കാൻ മഹാ ബോറായിരിക്കും. നമ്മുടെ 4 മണിക്കുള്ള ചായയാണ് കേട്ടോ. നമ്മൾ ചോറുണ്ടെന്നൊന്നും കാണിച്ചില്ല. അപ്പം ഞാൻ ഈ ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. കുളിയും പരിപാടികളെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ചായ ഇടുകയാണ് കേട്ടോ. നമ്മൾ ചായ അങ്ങനെ പതിവുള്ളൊരു സംഭവമൊന്നുമല്ല. ഈ ഇടയായിട്ടൊരു 3-4 ദിവസമായിട്ട് നമ്മൾ ചായ കുടിക്കുന്നുണ്ട്. അല്ലാണ്ട് അല്ലാണ്ട് നമുക്ക് ചായ എന്ന് പറയുന്ന ഒരു സാധനം നമ്മുടെ ഒരു ഡെയിലി ലൈഫിൽ നമുക്കില്ലാത്തൊരു സംഭവമാണ് കേട്ടോ. അതങ്ങനെ ആരും ശീലിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചായ ഇല്ലാണ്ട് എനിക്കൊരു ജീവിതമേ ഇല്ല കേട്ടോ. ഫുഡ് കഴിച്ചില്ലെങ്കിൽ ഞാൻ ചുമ്മാ ഹോസ്റ്റലിലൊക്കെ ആയിരുന്നപ്പം അവിടെ ചായയൊന്നുമില്ല, നമുക്ക് തിളച്ച വെള്ളമൊന്നും കിട്ടില്ല. അപ്പോൾ ചൂട് വെള്ളത്തിനകത്ത് ഞാൻ ചായപ്പൊടി ഇട്ട് കുടിക്കുമായിരുന്നു കേട്ടോ. അതായത് കാടിവെള്ളം കുടിക്കുന്ന പോലെ എന്നൊക്കെ പറയില്ല, അതുപോലെയൊക്കെ ഞാൻ കഴിക്കുന്നത്. കാരണം അത്രയും എനിക്കിഷ്ടമാണ് കട്ടൻ ചായ എന്ന് പറയുന്നത്. മൊട്ടേ ബാ ബണ്ണ് തരാം. നമ്മുടെ ബണ്ണും ചായയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓ മൈ ഗോഡ്, അപ്പം അത് തട്ടി മറിച്ച് നാശാക്കിയാണ്. കുളിയൊക്കെ കഴിഞ്ഞു. ഇനി നമ്മുടെ ചായ കുടിയാണ് കേട്ടോ. മധുരം ഉണ്ടോ ചേട്ടാ? ഇങ്ങനെ നല്ല മഴയൊക്കെ പുറത്ത് ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഗ്ലാസ് ചൂട് കട്ടൻ ചായയൊക്കെ കുടിക്കാൻ ഭയങ്കര ടേസ്റ്റാണല്ലേ, അടിപൊളിയാണ്. എൻ്റെ പുരികം വല്ലാണ്ട് അങ്ങ് വൃത്തികേടായിരിക്കുന്നു, പറിക്കണം. ചേട്ടായി പണ്ട് പറയുമായിരുന്നു എപ്പോഴും പറിക്കണമെങ്കിൽ കാശ് പോവില്ലേ, കളനാശിനി അടിച്ച് കളയാം. അച്ഛക്ക് ചിരി വന്നില്ല, എന്താ ചെയ്യുക. അപ്പം ഞങ്ങൾ എന്തായാലും ചായ കുടിക്കട്ടെ. ഇവിടെ അപ്പനും മകളും കൂടി ബോൾ കളിക്കുകയാണ് കേട്ടോ. ഇതുകൊണ്ട് പറഞ്ഞാൽ ഇരുന്ന് ആസ്വദിക്കുന്നത്. ഭയങ്കര ഇഷ്ടമാണ് അവർക്ക്. അമ്മ അവൾ പുറകോട്ട് മറിഞ്ഞ് വീണാലോ എന്ന് പേടിച്ചിട്ട് ഞാൻ കുറെ നേരം ആയിട്ടോ രണ്ടുപേരുടെ കളിക്കാൻ തുടങ്ങിയിട്ട്. അവള് മടുത്തെന്ന് തോന്നുന്നു. മടുത്താ? ഇട്ട് കൊടുത്തു. ഓ ഇട്ട് കൊടുക്ക്. ആ വഴക്ക് പറയുന്നു. കളിമൂത്തിൽ ആ ചൂപ്പ് ഉമ്മ ഓടിക്കും. സൂപ്പറാടി, സൂപ്പറാ. കൊടുത്ത അപ്പായിക്ക് ഇട്ട് കൊടുത്തേ. അച്ചാച്ചന് ഇട്ട് കൊടുക്ക്, ബോൾ ഇട്ട് കൊടുക്ക്. ദേ അച്ചാച്ചൻ ഇരിക്കുന്നു, ബോൾ ഇട്ട് കൊടുത്ത് കൊടുക്ക്. ഞങ്ങൾ അത്താഴം കഴിക്കുകയാണ്. ഇതേ അച്ഛ, ഇത് ഞങ്ങൾ രണ്ടുപേരും നടുക്കാണ്ട് ആകുട്ടി അടുക്കളയിൽ ഇരുന്ന് കഴിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയാണ് ടേബിളൊക്കെ ഉള്ളത്. അവിടെ ഇരുന്ന് കഴിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സമ്മതിക്കില്ല കേട്ടോ. അടുക്കളയിൽ കയറി ഓരോരോ സാധനങ്ങൾ, അതായത് കബോർഡ് ഇല്ലാത്തതുകൊണ്ട് ഇന്നാളെ ഞാൻ പറഞ്ഞില്ലേ, അവർക്ക് എല്ലാം കയ്യെത്തുന്ന ദൂരത്താണ്. എല്ലാ സാധനങ്ങളും എടുത്ത് പാത്രമൊക്കെ എടുത്ത് എറിയും കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ ഹോളിലാണെങ്കിൽ ഒന്നും പേടിക്കാനില്ല, കാരണം മൂന്ന് സാധനങ്ങളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഞങ്ങൾ സോഫ സെറ്റിലിരുന്ന്
ചോറുണ്ണിയാണ്. ഇന്നത്തെ പരിപാടികളൊക്കെ ഏകദേശം കഴിഞ്ഞല്ലേ. ഞങ്ങൾ ഉച്ചക്കത്തെ സെയിം കറി തന്നെയാണ് കേട്ടോ. തോരൻ, പുളിശ്ശേരി. എനിക്ക് മീൻ വേണ്ട, അവന് മീൻ എടുത്തില്ല. പകരം എനിക്കൊരു മുട്ടയുണ്ട്. എന്താ ബാക്കിയെല്ലാം. ഹലോ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു ദിവസം ഇത്രേ ഉള്ളൂ. ഈ ചുമ ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് നിങ്ങൾ കരുതുന്നത്. കാരണം ഇപ്പോഴത്തെ മോശം കാലാവസ്ഥ മൂലമാണ് എനിക്ക് ഈ ഒരു ചുമയുടെ പ്രശ്നമുള്ളത് കേട്ടോ. ആവക്കുട്ടി ഇവിടെയുണ്ട്. ഞങ്ങൾ സമയം 11:30 ആയിട്ടുണ്ട്. ഞങ്ങൾ ഇനി കിടക്കാൻ പോവാണ്. പക്ഷേ ഞങ്ങൾ എപ്പോൾ കിടക്കണമെന്ന് നമ്മളല്ല തീരുമാനിക്കേണ്ടത്, അത് അവളാണ് തീരുമാനിക്കേണ്ടത്. അതുകൊണ്ട് നമുക്ക് ഇന്ന സമയമൊന്നും പറയാൻ വേണ്ടി ഇപ്പോൾ എന്നും ഞങ്ങൾ ലേറ്റായിട്ടാണ് കിടക്കുന്നത്. ലേറ്റായിട്ട് കിടക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് രാവിലെ എഴുന്നേക്കാൻ പറ്റുന്നില്ല. ഭയങ്കര ബുദ്ധിമുട്ട്. ഇത്ര നാളും അവക്കുഞ്ഞ് തൊട്ടി കിടന്ന് ഉറങ്ങിക്കൊണ്ടിരുന്നത്. അന്നേരം നമുക്ക് അവൾ ഉറങ്ങുന്ന അത്രയും സമയം നമുക്ക് ഫ്രീ ആയിട്ട് കിടന്നു, നമുക്ക് നന്നായിട്ട് ഉറങ്ങാമായിരുന്നു. പക്ഷെ ഇപ്പോൾ ഇവിടെ നമ്മൾ കൂട്ടത്തിലാണ് കിടക്കുന്നത്. കൂട്ടത്തിൽ കിടക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു കറക്കം അങ്ങോട്ട് കറങ്ങുക, എപ്പോഴും കിടന്ന് കറക്കമാണ്. അതുകൊണ്ട് അടുത്ത് കിടക്കുന്ന ആൾക്ക് ഉറങ്ങാൻ പറ്റത്തില്ല. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവൾ അടുത്ത് കിടന്നേ ഉറങ്ങുള്ളൂ, നമ്മുടെ കൂടെ കിടന്നേ ഉറങ്ങത്തുള്ളൂ. പിന്നെ പകലാണെങ്കിലും ഞങ്ങൾ തൊട്ടി കിടന്നില്ല. നമ്മൾ അപ്പുറത്തെ റൂമിൽ അവൾക്ക് വേണ്ടിയിട്ടൊരു ബെഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ബെഡെന്ന് പറഞ്ഞാൽ വലിയ 2 ബ്ലാങ്കറ്റ് വെച്ച് സെറ്റ് ചെയ്ത് കനത്തിനിട്ടേക്കുവാണ് കേട്ടോ. പിന്നെ ചുറ്റിന് പില്ലോയൊക്കെ വെച്ച്, പിന്നെ അത് പോരാഞ്ഞിട്ട് ഇവിടെ കിടത്താൻ നേരത്തെ ഞങ്ങൾ വേറൊരു ബ്ലാങ്കറ്റും കൂടെ കൊണ്ടേ, ഞങ്ങൾ പുതയ്ക്കുന്ന ഒരു ബ്ലാങ്കറ്റും കൂടെ കൊണ്ടുപോയിട്ട് എല്ലാം കൂടെ കൊണ്ടിട്ട് ആണ് കിടത്തുന്നത്. ഇപ്പം തണുപ്പായതുകൊണ്ടാണ് കേട്ടോ അത്രയും പുതപ്പിട്ടേക്കുന്നത്. പിന്നെ സ്വെറ്ററുണ്ട്. അതുകൊണ്ട് തന്നെ തൊട്ടി ഇനി വെയിൽ തെളിയുമ്പോൾ എടുത്ത് കഴുകി വെക്കണം എന്നൊക്കെയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പം ഇതിനിടയിൽ നമ്മൾ ഒരു 2-3 പ്രാവശ്യം വീട്ടിൽ വിളിക്കും കേട്ടോ. ഞാൻ വീട്ടിൽ 2 വിളിക്കും, അച്ഛൻ 2 പ്രാവശ്യം വിളിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ഇതിനിടയിലുണ്ട്. അപ്പോൾ അതൊന്നും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. പക്ഷേ ഇന്നത്തെ കുറച്ച് കാര്യങ്ങൾ അവിടുന്ന് ഇവിടുന്നൊക്കെ കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കഴിയുമ്പോഴാണ് വീഡിയോ എടുക്കുക. അയ്യോ വീഡിയോ എടുത്തില്ലല്ലോ എന്ന് ഓർക്കുന്നത്. പിന്നെ ഈ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ വീഡിയോ എടുത്തുകൊണ്ട് പോകുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര ചെയ്യുന്ന കാര്യങ്ങൾ ഭയങ്കര ഡിലേ ആവും. പിന്നെ നമ്മൾ ഷോർട്ട് വീഡിയോ എടുക്കാൻ പോവും. അങ്ങനെ നമുക്ക് കുറേ സമയം പോവും. കറക്റ്റ് സമയത്ത് കാര്യം പറഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഒരു കറി ഉണ്ടാക്കാൻ നിൽക്കുമ്പോഴായിരിക്കും എന്നാൽ ആ വീഡിയോ എടുത്തിട്ട് കറി ഉണ്ടാക്കാം എന്ന് വിചാരിക്കണം. അങ്ങനെ ആ കറി ഉണ്ടാക്കുന്നത് സംഭവം ഡിലേ ആയിപ്പോവും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ജീവിതം കുറേ നാളുകളായിട്ട് മുന്നോട്ട് പോകുന്നത്. ഡെയിലി ഒന്നും വീഡിയോ ഇടാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മളെ കാണുന്ന ആളുകളും വളരെ കുറവാണ്. സാരമില്ല, അന്ന് നമുക്ക് 100 പേര് കണ്ടാലും നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അത്രയും പേര് നമ്മളെ സ്നേഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇപ്പോഴും വീഡിയോ കാണുന്നുണ്ട്, നമ്മളത്രയും പേരിലേക്ക് എത്തുന്നുണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പം ഈ ഒരു ചെറിയൊരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി എന്തെങ്കിലുമൊക്കെ വലിയ പുതുമകളൊന്നും ഇല്ലാതെ എന്നാലും എന്തെങ്കിലുമൊക്കെ വീഡിയോസൊക്കെ ആയിട്ട് വരാൻ ഞങ്ങൾ ശ്രമിക്കാം. കൊച്ചു കൊന്തയില്ലാണ് കേട്ടോ, കൊച്ചിൻ്റെ കൊന്തയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ നല്ല വീഡിയോസായിട്ട് നാളെ കാണാം. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ.